പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീജ നൈറ്റി തയ്ച്ചുകൊണ്ടിരിക്കണു. അടുത്ത് തന്നെ നമ്മുടെ വേദയുമുണ്ട്. പെട്ടെന്ന് വിക്രം അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, വേദേ ഞാൻ പുറത്തേക്ക് പോവാണ്. നിൻ്റെ പേഴ്സിൽ നിന്നും ഒരു 100 രൂപ നോട്ടും പിന്നെ 2 50 രൂപ നോട്ടും എടുത്തിട്ടുണ്ട്. നീ അതിനി കാണാനില്ലെന്ന് വെച്ച് തിരയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് പറയുന്നത് നമ്മുടെ മാഷ് കേൾക്കുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട്, ആ പണ്ട് മുതൽക്കേ ഇവരെ ഇങ്ങനെ മറ്റുള്ളവരുടെ കാശ് കൊണ്ടല്ലേ ജീവിക്കാൻ പഠിച്ചിട്ടുള്ളൂ. ഇനിയും ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് കേട്ട് വിക്രമിന് വളരെ വിഷമാവുന്നുണ്ട്. എല്ലാവരും തന്നെ ഇത് കേട്ടിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് വിക്രം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നത് കണ്ട് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വിക്രം? അതെ, ഞാൻ എൻ്റെ കീ എടുക്കാൻ മറന്നുപോയി. വേദയാണെങ്കിൽ അക്കൗണ്ട്സ് എല്ലാം ടാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീജയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാനിതെല്ലാം നോക്കിയിട്ടുണ്ട്, അക്കൗണ്ട്സ് എല്ലാം നോക്കിയിട്ടുണ്ട്, ചേച്ചിയും ഇതൊന്ന് നോക്കി ക്ലിയർ ചെയ്യണമെന്ന് പറയാണ്. എന്നാൽ ശ്രീജ പറയുന്നുണ്ട്, വേദേ നീ നോക്കിയതല്ലേ, എനിക്കതൊന്നും അറിയത്തില്ല, നീ തന്നെ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഓ അത് ശരി, ഞാൻ നോക്കിയാൽ മതിയെന്നോ? അതൊന്നും പറ്റത്തില്ല, എല്ലാ കണക്കും ചേച്ചി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നമ്മളൊരു ഷോപ്പൊക്കെ തുടങ്ങുന്നത് എന്ന് പറയാണ്. ഇത് നമ്മുടെ നന്ദിനി കേൾക്കുന്നുണ്ട്. നന്ദിനി കളിയാക്കുവാണ്. അതേ, വലിയൊരു ബിസിനസ്, മാസം ഒരു 20,000 രൂപ പോലും കിട്ടുന്നില്ല. എന്നിട്ട് ആ കണക്ക് നോക്കാൻ 2 പേരോ? ഒരാൾ നോക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരോട് പറയുന്നു ഒന്നുകൂടി നോക്കിയേക്കെന്ന്. എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, അതെ ആ കുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റ്? വേദ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവൾ പറഞ്ഞത് ശരിയാ, കണക്ക് തന്നെയാണ്. അത് ചെറുതായാലും വലുതായാലും അത് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. എടാ വിശ്വ, ആ വേദയുടെ കയ്യിൽ നിന്നും അത് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കടാ വിശ്വ എന്ന് പറയുമ്പോൾ, ശരി അച്ഛാ ഞാൻ നോക്കിയേക്കാമെന്നും വിശ്വവും പറയുന്നുണ്ട്. പെട്ടെന്ന് വേദ പറയുന്നുണ്ട്, ശ്രീചേച്ചി നമുക്ക് ഒരു സെറ്റപ്പായിട്ടുള്ള ഒരു ചെറിയൊരു ഷോപ്പ് നമുക്കൊന്ന് തുടങ്ങണം ചേച്ചി, പെട്ടെന്ന് തന്നെ. എന്നാൽ നമുക്ക് നമ്മുടേതായ റേറ്റിൽ നമ്മുടെ അടിപൊളി മാക്സികൾ, നൈറ്റികൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ സെയിൽ ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റുമോ വേദേ? നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഭാഗം ഷോപ്പാക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ആരും സമ്മതിക്കത്തില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടിട്ട് നന്ദിനി നമ്മുടെ കമലാമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് തലകൊണ്ട്. കേട്ടില്ലേ അമ്മേ പറയുന്നത്? നമ്മളെ വെച്ചിട്ടാ ഈ അർത്ഥമാക്കിയിട്ട് സംസാരിക്കുന്നത് ചേച്ചി എന്ന് പറയാ. ഉടനെ തന്നെ കമലാമ്മ പറയുന്നുണ്ട്, അത് ശരി തന്നെയാ, അങ്ങനെ ആരുടെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിലേ അതങ്ങ് മാറ്റിയേക്ക്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കത്തില്ല. ഈ വീട് ഒരു വീടായി തന്നെ ഇരിക്കുമെന്ന് നമ്മുടെ കമലാമ്മയും പറയുന്നുണ്ട്. ഷോപ്പ് തുടങ്ങണമെന്ന് കേട്ടതും നമ്മുടെ വിനയൻ ചോദിക്കുന്നുണ്ട്, അല്ല വേദേ നീ ഷോപ്പ് തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? വലിയ ഷോപ്പാണോ? അല്ല വിനയേട്ടാ, അത്രയ്ക്ക് വലിയ ഷോപ്പ് തുടങ്ങാനൊന്നും ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. ഒരു 12 ചെറിയൊരു ഷോപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഷോപ്പൊക്കെ ആകുമ്പോൾ ഇൻറ്റീരിയലൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഒരുപാട് ക്യാഷ് ആവില്ലേ? അത്രയൊന്നും ചിലവ് ഞങ്ങൾക്ക് താങ്ങത്തില്ല. ചെറിയ ഷോപ്പാകുമ്പോൾ ഇൻറ്റീരിയലും ചെറുതായിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഞങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പറയുകയാണ്, വിചാരിക്കുന്നതെന്നും. അത് കേട്ടിട്ട് വിനയൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, അല്ല വേദേ നമ്മൾ കളറ് ഈ പുതിയ മെറ്റീരിയലിൻ്റെ കളർ പോവോ എന്നറിയാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു പീസ്, അതെന്തായി കാണും എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോഴാണ് വേദ പറയുന്നത്, വേഗം വാ ചേച്ചി നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിറകിലേക്ക് പോവുകയാണ് അവർ. അങ്ങനെ ബക്കറ്റിലിട്ട് വെച്ച തുണികൾ നോക്കിയിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി ഇതൊന്നും കളർ ഇളകുന്നില്ല, നല്ല മെറ്റീരിയലാണ്. അപ്പോഴേക്കും ഇവരുടെ പിറകെ തന്നെ വിനയൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറ്റിക്കൂടി സംസാരിക്കുകയാണ്. വേദേ, അല്ല നീ ഉദ്ദേശിച്ചതുപോലെ ഒരു 12 അല്ലെങ്കിലും ഒരു 10 എന്ന് പറയുന്ന ഒരു ഷോപ്പ്, അത് നമ്മളുടെ ഈ ഏരിയയിൽ തന്നെ നമുക്ക് അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ അങ്ങനൊരു ഷോപ്പുണ്ട്. ഒരു 10,000 രൂപ വരും, റെൻറ്റ് വരും മാസം. പിന്നെ ഒരു 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുക്കേണ്ടി വരും എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ശ്രീജ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീടിനടുത്ത് അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടോ? പിന്നെ 10,000 രൂപ എന്നൊക്കെ പറയുന്നത് കുറച്ച് അധികമല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നത്, ഇപ്പോൾ 10,000 രൂപ വാടക എന്ന് പറയുന്നത് ഒന്നും അധികമല്ല ചേച്ചി, അത് കുറവാണ്, അതിലും കൂടുതലായിട്ട് വരും. പറ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് താങ്ങത്തില്ല വിനയേട്ടാ. ഇപ്പോൾ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് എല്ലാം ചിലവായി കഴിഞ്ഞിരിക്കണം. അത് കേൾക്കുന്ന സമയത്ത് വിനയം പറയുന്നുണ്ട്, ശരി
2 ലക്ഷം അല്ലെങ്കിലും 1 ലക്ഷമാക്കി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ കുറച്ച് തരാം, അത് പറ്റുമെന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ വിനയ എന്ന് ശ്രീജയും ചോദിക്കുന്നുണ്ട്. എന്താ ശ്രീജേച്ചി ഇത്, ഞാൻ പറ്റാത്ത കാര്യം നിങ്ങളോട് സംസാരിക്കുകയോ? ഇല്ലല്ലോ, എന്നെക്കൊണ്ട് പറ്റും, ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരണോ. നിങ്ങളിത് സംസാരിച്ച് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്ത്. പക്ഷേ അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരോടും ഇവിടെ വീട്ടിൽ അച്ഛനോടൊക്കെ സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. ഉടനെ തന്നെ വിനയന് പേടിയാവുന്നുണ്ട്. വേദേ, ഞാനാണ് ഈ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞതെന്ന് നീ അച്ഛനോട് പറയല്ലേ. മറ്റുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് നീ സംസാരിച്ചോ, പക്ഷേ ഇതിന് പിറകിൽ ഞാനാണെന്ന് ഒരിക്കലും ഇവിടെ ആരും അറിയരുതെന്ന് വേദയോട് പറയുന്നുണ്ട്. ഉടനെ വേദ പറയുന്നുണ്ട്, ശരി ശരി, ഇക്കാര്യത്തിൽ ഒരു പ്രശ്നം വരാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ ആരോടും പറയില്ല. അല്ലാത്ത പക്ഷം ഇതിന് പിറകിൽ ചേട്ടനാണെന്ന് ഞാൻ പറയും. ചേട്ടനാണ് ഈ ഐഡിയ പറഞ്ഞു തന്നതെന്നും. അത് കേട്ടത്, ഓ ഇല്ല ഇല്ല, ഇതിൽ ഒരു പ്രശ്നം വരത്തില്ല, നല്ല സംഭവമാണെന്ന് പറയുകയാണ് നമ്മുടെ വിനയൻ. അങ്ങനെ വേദ ഹാളിലേക്ക് പോയിട്ട് അച്ഛനോട് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, അച്ഛാ, ഒരാൾ പറഞ്ഞു ഒരു പതുക്കെ ഒരു റൂമുണ്ടെന്ന്, അതങ്ങ് എടുത്താലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷേ വാടക 10,000-ഉം അഡ്വാൻസ് ഒരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. 1,00,000 രൂപ നമ്മുടെ കയ്യിലില്ലല്ലോ വേദയെന്ന് ശ്രീജയും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അതിനെന്താ ചേച്ചി, എൻ്റെ കയ്യിലുണ്ടല്ലോ ക്യാഷ്, 1,00,000 രൂപ ഞാൻ തന്നോളാം, അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നു. ഇത് കേട്ടതും മാഷ് പറയുന്നുണ്ട്, ആ കാശ് കൊണ്ട് കട തുടങ്ങിയാൽ അതൊരിക്കലും നല്ല പടിക്ക് നടക്കത്തില്ല, അത് ഫ്ലോപ്പ് ആവത്തേ ഉള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രമിന് അത് വിഷമമാവുന്നുണ്ട്. മാഷ് ഒരു നിമിഷം ആലോചിച്ചിരുന്ന് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. നന്ദിനിയും നമ്മുടെ കമലാമ്മയും പരസ്പരം നോക്കുന്നുണ്ട്. എന്തിനാ അമ്മ അച്ഛൻ അകത്തേക്ക് പോയിരിക്കുന്നതെന്ന് ഇങ്ങനെ നന്ദിനി കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ലെന്ന് കമലാമ്മയും പറയുന്നു. പെട്ടെന്നാണ് മാഷ് അകത്തു നിന്നും 2 ബോക്സ് എടുത്ത് വരുന്നത്. 2ലും നല്ല വലിയ, അത്യാവശ്യം വലിയതായിട്ടുള്ള തന്നെ 2 റിങ്ങാണ് എടുത്തിട്ട് വരുന്നത്. എന്നിട്ട് ഇവരുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നത്, കണ്ടോ ഈ റിങ്ങുകൾ, ഒന്ന് എൻ്റെ അമ്മായിയപ്പനും, അതായത് കമലത്തിൻ്റെ അച്ഛൻ, ഒന്ന് ഞാൻ റിട്ടയർഡ് ആവുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന ഒരു റിങ്ങുമാണ്. ഇത് കണ്ടതും നമ്മുടെ കമലാമ്മ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ നിങ്ങളിത് എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ കമലം, ആവശ്യമുണ്ട്. ഇതിൽ ഓരോ പവൻ വീതമുണ്ട്. ഇത് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഈ മോതിരങ്ങൾ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാണ്. കമലാമ്മയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കമലാമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇത്രയും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടും ഈ മോതിരത്തിൽ നിങ്ങൾ തൊട്ടിട്ടില്ല, എന്നിട്ട് ഇപ്പോൾ അത് ഒന്നും നോക്കാതെ അവർക്ക് എടുത്തു കൊടുക്കുകയാണോ? എന്നാൽ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, കമലം, ഇത് അത്യാവശ്യത്തിനുള്ളതാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നു. ഈ ഭാഗ്യമെന്ന് പറയുന്നതുണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും ഉണ്ടാവത്തില്ല, അത് എപ്പോഴുമെങ്കിലേ വരത്തുള്ളൂ. പക്ഷെ കഷ്ടപ്പാടെന്ന് പറയുന്നത് അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഭാഗ്യം ഇവർക്ക് ഇപ്പോഴല്ലേ വരുള്ളൂ. അവർ 2 പേരും വളരെ കഷ്ടപ്പെട്ടാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ഷോപ്പ് തുടങ്ങണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ തുടങ്ങട്ടെ. അവരുടെ ഈ അലച്ചൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരിതിൽ വിജയിക്കും. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവരെ സഹായിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ 2 റിങ് ഇവർക്ക് കൊടുത്തെങ്കിൽ എന്താ കമലം, ഇവർ നേരായി കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെയുള്ളൊരു 10 റിങ് അവർക്ക് മേടിച്ച് തരാമല്ലോ. എന്താ കമലം നീ അങ്ങനെ ചിന്തിക്കാത്തതെന്ന് മാഷിങ്ങനെ കൂളായിക്കൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഇന്നാ കുട്ടികളെ ഇത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ മാഷ് ആ റിങ് എടുത്ത് അവരുടെ നേരെ നീട്ടുമ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട മാഷേ, എനിക്ക് ഭയങ്കര വിഷമമാണ് അത് വാങ്ങിക്കുന്ന സമയത്ത്, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, എന്താ വേദേ, നിങ്ങൾ 2 പേരും ഈ വീട്ടിലെ കുട്ടികളല്ലേ എന്ന് ചോദിച്ചതും നമ്മുടെ വേദയ്ക്കും ശ്രീജയ്ക്കും നമ്മുടെ വിക്രമിന് പോലും വളരെ സന്തോഷമാവുകയാണ്. ശരി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വേദ പെട്ടെന്ന് തന്നെ മാഷിൻ്റെ അനുഗ്രഹം വാങ്ങി അതിലൊരു മോതിരം വാങ്ങിക്കുന്നുണ്ട്. ശ്രീജയും ഒപ്പം തന്നെ മാഷിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് മറ്റേ മോതിരവും കൂടി നമ്മുടെ ശ്രീജയ്ക്ക് കൊടുക്കുന്നുണ്ട് മാഷ്. നന്നായിട്ട് വരട്ടെ മക്കളെ എന്ന് മാഷിങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് ശ്രീജയും വേദയും കൂടി അഡ്വാൻസ് കൊടുക്കാനായിട്ട് പുറത്തേക്ക് ആ ഷോപ്പിൻ്റെ മുന്നിൽ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നാൽ അവരെ തിരിച്ച് വരുന്നത് കാണാത്തത് കൊണ്ട് വിശ്വ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാളിലൂടെ നടക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നന്ദിനി പറയുന്നുണ്ട്, എന്താ വിശ്വേട്ടാ, അവരെ വന്നില്ലേ, വിളിച്ചു നോക്കിയില്ലേ? എന്തോ അങ്ങനെ ചോദിക്കാൻ നന്ദിനിക്ക് തോന്നി. ഇല്ല നന്ദിനി, അവരെ കാണുന്നില്ല, ഞാൻ അത് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. എന്നാൽ നന്ദിനിയാണെങ്കിൽ ഒരു കൊട്ട തന്നെ പാത്രങ്ങളെല്ലാം കഴുകി കൊണ്ടുവരുവാണ്. നമ്മുടെ കമലാമ്മയോട് പറയുന്നുണ്ട്, അതെ
അമ്മേ എനിക്കിനി പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ പാത്രം കഴുകാനൊന്നും. എന്നോട് ഇനി ഒരു ജോലിയും പറയണ്ട. ദേ നേരം വെളുക്കുന്നത് മുതൽ തുടങ്ങിയതാ ഓരോ ജോലി ഞാൻ ചെയ്യൽ. എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ കമലാമ്മയോടും പറയുന്നുണ്ട്. പെട്ടെന്നാണ് നന്ദിനിയും ശ്രീജയും വളരെ സന്തോഷത്തോടെ കയറി വരുന്നത് കാണുന്നത്. അച്ഛാ അഡ്വാൻസ് കൊടുത്തു 50,000 രൂപ. പിന്നെ ഒരു മാസത്തെ വാടക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. എന്നാൽ ഒരു 50,000 രൂപ കൂടി ഇനി പിന്നെ എപ്പോഴെങ്കിലും വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, 1,00,000 രൂപ അഡ്വാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ മക്കളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അച്ഛാ ഇപ്പം അങ്ങനെ തന്നെ കിട്ടത്തുള്ളൂ, അതിലും കുറവായിട്ട് എവിടെയും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ നന്ദിനി അല്ല വേദ. അങ്ങനെ വേദ കീ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. 50,000 കൊടുത്തപ്പോൾ കീ തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ പരിപാടികളും തുടങ്ങണം. ഇൻറ്റീരിയലും എല്ലാ വർക്കുകളും 2 ദിവസം കൊണ്ട് തന്നെ തീർക്കണമെന്ന് വേദ പറയുകയാണ്. ഇത് കേട്ടിട്ട് വിശ്വം പറയുന്നുണ്ട്, 2 ദിവസം കൊണ്ട് തീർക്കാനോ? അതിനെന്താന്ന് നമ്മുടെ വിക്രം ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു 5-6 പണിക്കാരെ അധികം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് തീർക്കാമെന്ന് ഒരാത്മവിശ്വാസത്തോടെ വിക്രം പറയുന്നുണ്ട്. ശരി, നിനക്ക് വിശ്വാസമാണെങ്കിൽ ഞാനും ഒപ്പം കൂടാം. എൻ്റെ കുറച്ച് പിള്ളേരുമുണ്ട്, അവരെയും വിളിക്കാം. ഇപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, വിശ്വേട്ടാ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തോളണം. ഈ കാര്യങ്ങളെല്ലാം ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചേട്ടൻ എന്നെ സഹായിക്കണം കേട്ടോ എന്ന് ശ്രീജയും പറയുന്നുണ്ട്. നീ പേടിക്കാതിരിക്കുക ശ്രീജയെ, ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് എന്ന് വിശ്വം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും വളരെ ഹാപ്പി ആവുകയാണ്. എന്നാൽ വേദയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള കീ മാഷിൻ്റെ കയ്യിൽ കൊടുത്ത്, അച്ഛൻ തന്നെ ഈ കൈ കീ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാഷിൻ്റെ കൈ കൊണ്ട് തന്നെ ശ്രീജയുടെ കയ്യിലേക്ക് ആ കീ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീജ ചെന്നിട്ട് കമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ കമലാമ്മ മനമില്ല മനസ്സോടുക്കനെയാണെങ്കിലും പക്ഷേ ശ്രീജയോട് വലിയ കുഴപ്പമൊന്നുമില്ല, വേദയോടാണ് എല്ലാ എതിർപ്പും. എന്നാലും മോളെ നന്നായിട്ട് വരും, നീ എന്നും നന്നായിരിക്കണമെന്ന് മാത്രമാണ് ഈ അമ്മയുടെ ആഗ്രഹമെന്ന് കമലാമ്മ പറയുന്നുണ്ട്. പിന്നീട് ഭവാനിയാണ് കാണിക്കുന്നത്. ഭവാനിയാണ് എല്ലാ തല്ലുകൊള്ളിത്തരവും കാണിച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ പുതിയതായൊരു ബിസിനസ്സും മയക്കുമരുന്നിൻ്റെ ബിസിനസ് ചെയ്യാനുള്ള പദ്ധതിയാണ്. വിക്രമോ ശ്രീനിവാസൻ സാറോ അറിയാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു സേട്ടുമായിട്ടാണ് കരാറ് വയ്ക്കുന്നത്. സേട്ട് വന്ന് ഭവാനിയോട് പറയുന്നുണ്ട്, വിക്രമോ ശ്രീനിവാസനോ ഇത് അറിയരുത്. നിൻ്റെ വലിയച്ഛനായിരിക്കാം ശ്രീനിവാസൻ സാറ്, പക്ഷേ അദ്ദേഹം പോലും അറിയാതെ വേണം നമ്മുടെ ഈ ഡീലിംഗ് എല്ലാം. എന്താ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ 2 പേരും അവിടെ നിന്നും ഹഗ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പിരിയുന്നുണ്ട്.